الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും സർവാത്മന ജീവിതത്തിൽ പകർത്തി മാതൃകകളായി, മുത്തഖികൾക്ക് പോലും മാതൃകകളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഓരോ ദിനങ്ങളും കടന്നു പോകുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ്. ഒരു വിശ്വാസി തിരിച്ചറിയുന്നുണ്ട്, ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല കൊഴിഞ്ഞു പോകുന്ന പോലെ കാലഗണനകൾ അവന്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുമ്പോൾ അവൻ അല്ലാഹു നിശ്ചയിച്ച പ്രായമാണ് അവസാനിച്ചു പോകുന്നത്. ഒരാൾക്ക് 50-ാമത്തെ വയസ്സിൽ അല്ലാഹു മരണം നിശ്ചയിച്ചു, അയാളെ 40 വർഷം പിന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 10 വർഷമാണ് ഇനി അയാളുടെ മുമ്പിലുള്ളത്. ഈ 10 വർഷമാണ് മുമ്പിലുള്ളത് എന്നത് അയാൾക്കറിയില്ല. പക്ഷെ ആ അടിമയെ സംബന്ധിച്ച് സമഗ്രമായി അറിയുന്ന റബ്ബിന് അതറിയാം. അതുകൊണ്ട് തന്നെ ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. 16-ാം അധ്യായം 61-ാമത്തെ വചനമാണ്. ഒരു നാഴിക പോലും അല്ലാഹു പിന്തിച്ചിടുകയില്ല. ഗൾഫിൽ നിന്ന് വന്നതാണ്, 2 കൊല്ലം നിന്നിട്ടാണ് വന്നത്. പുതിയൊരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. മൂത്ത മകളുടെ കല്യാണമാണ്, 2 ഒന്നിച്ചാണ്. അതെല്ലാം കാണാനും മകളെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കാനും ഒരുപാട് വർഷം അധ്വാനിച്ചുണ്ടാക്കി വീട്ടിൽ ഒരു അന്തി ഉറങ്ങാനും ഒക്കെയാണ് അയാൾ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ അങ്ങനെയുള്ള ആള് മരിച്ചു പോകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. കാരണം അയാൾക്കറിയില്ല അയാളുടെ മരണത്തിന്റെ സമയമായിട്ടുണ്ട്. ഈ ബോധ്യം ഉണ്ടാകേണ്ടത് ഒരു വിശ്വാസിക്കാണ്.
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രഭാതവും സായാഹ്നവും ഒക്കെ കഴിഞ്ഞ് മഗ്‌രിബാകുന്ന സമയം അദ്ദേഹത്തിന്റെ മുഖത്ത് അസ്വസ്ഥതകൾ പ്രകടമാകുമായിരുന്നു. കാരണം രാത്രി ഇശ കഴിഞ്ഞാൽ ഉറങ്ങാണ്. പ്രത്യേകിച്ച് ഉറക്കത്തിൽ അമലുകളൊന്നുമില്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെ ജീവസുറ്റ സന്ദർഭമാണ്. അമലുകൾ ചെയ്യാനുള്ള സമയമാണ്. എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാത്ത ദിനം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ മുഖം ആകെ വിവരണമാകുമായിരുന്നു. ആളുകൾ ചോദിക്കും, അബ്ദുല്ല എന്താണ് സൂര്യാസ്തമയ സമയമാകുമ്പോൾ അങ്ങയുടെ മുഖം എന്താണ് വിവരണമാകുന്നത്? അമഹാനായ ജീവിതത്തെ തിരിച്ചറിഞ്ഞ സ്വഹാബി, ശാരീരികമായി ദുർബലതയുള്ള സ്വഹാബി, ഖുർആനിനെ അഗാധമായി പഠിച്ചിട്ടുള്ള സ്വഹാബി, ദീനിന്റെ മതനിയമങ്ങൾ അറിയുന്ന സ്വഹാബി, അദ്ദേഹം പറയുമായിരുന്നു, ഇന്ന് പ്രത്യേകിച്ച് സത്കർമ്മങ്ങളൊന്നും ചെയ്തില്ലല്ലോ, സ്ഥിരം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ഈ ദിവസം കൊഴിഞ്ഞുപോയല്ലോ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഓരോ പ്രഭാതം പിറക്കുമ്പോഴും, ആദമിന്റെ പുത്ര, ഞാൻ നിനക്ക് ഇന്നൊരു പുതിയ ദിനമാണ് കേട്ടോ, നീ എന്നെ മാക്സിമം ഉപയോഗപ്പെടുത്തണം, കാരണം എനിക്കൊരു റിട്ടേൺ ഇല്ല. ഞാനിത് ആമുഖമായി പറഞ്ഞു വെക്കുന്നത്, ദുൽഹിജ്ജ മാസം പിറക്കാൻ പോകുന്നു. ഹാജിമാർ ഹറമിലേക്ക് ഹജ്ജ് ചെയ്യാനായി ആ വിളിക്കുത്തരം നൽകി യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് 250-ലധികം വരുന്ന രാഷ്ട്രങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ഹാജിമാർ, ഇബ്രാഹിം നബിയുടെ വിളി കേട്ട ഹാജിമാർ പുറപ്പെടുകയാണ്. ബലികർമ്മമുള്ള മാസം, ബലി പെരുന്നാൾ എന്ന് നമ്മൾ പറയുന്ന ദിനം, യൗമുൻ നഹർ. ഈ ദുൽഹിജ്ജ 10 വൽഫജ്രി വലയാലിൻ അശ്ർ, 89-ാം അധ്യായം 1-2 വചനങ്ങൾ. വൽഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികളെ കൊണ്ടും സത്യം. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നു, വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ആ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തെ കുറിച്ചാണ് അല്ലാഹു സത്യം ചെയ്തു പറയുന്നത്. വൽഫജ്രി വലയാലിൻ അശ്ർ, ആ 10 ദിനം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനം, അയ്യാമുകളിൽ വെച്ച് പടച്ചവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 10 ദിനം, പുണ്യങ്ങൾ ഏറ്റവും കൂടുതൽ വാരിക്കൂട്ടാവുന്ന ദിനം, സത്കർമ്മങ്ങളുടെ ദീർഘമായ ഒരുപാട് സമ്പാദ്യങ്ങൾ കർമ്മങ്ങളുടെ ഭണ്ഡാരത്തിൽ അമല കൊണ്ട് ശേഖരിക്കുന്ന വിശ്വാസിയുടെ 10 ദിനങ്ങൾ. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് പറഞ്ഞത് അങ്ങനെയാണ്. ഓരോ ചെറിയ അമലും റബ്ബ് വളരെ വലിയ സ്വീകാര്യതയോടെ പടച്ചവൻ സ്വീകരിക്കുന്ന നാളുകളാണ് ആ 10 ദിനം. അല്ലാഹു ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞ 10 ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് ഈ ദുനിയാവിൽ അമലുകൾ ചെയ്യുന്ന ഈ 10 ദിനം, അയ്യാമുൽ അശ്ർ, ആ 10 ദിനമുണ്ടല്ലോ, അത് അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണ്. സ്വാഭാവികമായും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്ന സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ജിഹാദിനേക്കാളും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ജിഹാദിനേക്കാളും. നബി പറഞ്ഞു കൊടുത്തു, ഒരാള് വീട്ടിൽ നിന്ന് ഇറങ്ങി, അയാളുടെ സമ്പാദ്യവും സമ്പത്തും അയാളുടെ നഫ്സും അല്ലാഹുവിന് സമർപ്പിച്ചു, അയാൾ ജിഹാദിൽ ഏർപ്പെട്ടു, എന്നിട്ട് അയാൾ ഷഹീദായി, എങ്കിൽ ഈ 10 ദിനത്തേക്കാൾ കൂലി അയാൾക്കുണ്ട്. ഒരാൾ യുദ്ധം ചെയ്തു, ജിഹാദിൽ ഏർപ്പെട്ടു, തിരിച്ചു വന്നു, എങ്കിൽ അയാൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂലി ഈ 10 ദിനങ്ങളിൽ അമൽ ചെയ്യുന്നവർക്ക് കിട്ടുമെന്ന് കള്ളം പറയാത്ത ലോകഗുരു നമ്മെ പഠിപ്പിച്ചു. മനസ്സിൽ കൊണ്ടുവരിക, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ജിഹാദാണ് എന്ന് നമുക്കറിയാം. ജിഹാദിന് വലിയ മർത്തബകൾ ഉണ്ടെന്നറിയാം, ഷഹീദുകൾക്ക് വലിയ കൂലിയുണ്ടെന്നറിയാം, എല്ലാം നമുക്കറിയാം.
അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 24-ാമത്തെ വചനം. അല്ലാഹുവിനോട് ഹുബ്ബ്, റസൂലുള്ളാഹിനോട് ഹുബ്ബ്, അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനോട് ഹുബ്ബ്. ഇത് മൂന്നും അല്ലാഹുവിനോടുള്ള ഇഷ്ടം, റസൂലുള്ളാഹിനോട് ഇഷ്ടം, പിന്നെ പറയുന്നത് ജിഹാദാണ്. അത്രയും വലിയ പ്രാധാന്യം. ആ ജിഹാദിൽ ഏർപ്പെടുന്നതിനേക്കാളും കൂലിയുണ്ട് ഈ 10 ദിവസങ്ങൾക്ക് എന്നർത്ഥം. ചിന്തിക്കാൻ ഇത്രയേ ഉള്ളൂ. നാം ഓരോരുത്തരും ഈ 10 ദിവസം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? മുമ്പ് കഴിഞ്ഞു പോയ പോലെ ചില ആളുകൾക്ക് അർഫയുടെ 10 ദിവസം അറിയ പോലും ഉണ്ടാവില്ല. ഇത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നവർ വളരെ ചുരുക്കമാണ്. അതിന്റെ ഭാഗ്യം ലഭിച്ചവരും വളരെയേറെ ചുരുക്കമാണ്. ആ ഭാഗ്യമുണ്ടോ? മുൻകൂട്ടി പ്രിപ്പയർഡ് ആകാം നമുക്ക് ഈ വെള്ളിയാഴ്ച. ആ 10 ദിവസം ഞാൻ നല്ലതല്ലാതെ ഒന്നും ചെയ്യില്ല. ദുഷ്ടമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാള്, സുപരിചിതമാണ്, സാന്ദർഭികമായി പറയുക മാത്രം. ഒരാള് വന്നു, നബിയെ അധിക അമലുകളൊന്നും ചെയ്യാനില്ല, സാധ്യമല്ല, അതാണ് പ്രധാനം. ഒരേ അമൽ, ഒരു കാര്യം അങ്ങനെ പഠിപ്പിക്കണം. ഒരുപാട് കാര്യമൊന്നും അങ്ങ് പഠിപ്പിച്ചാൽ ഉൾക്കൊള്ളാനോ അതിനനുസരിച്ച് അമൽ ചെയ്യാനോ പറ്റിയ ഒരാളല്ല ഞാൻ. പക്ഷെ എനിക്കൊരു അമല് പഠിപ്പിക്കണം. അതുകൊണ്ട് എനിക്ക് സ്വർഗത്ത് പോകണോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചു, ചിന്തിച്ചു. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ മനുഷ്യനോട് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ജിബ്രീലിന്റെ വരവുണ്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ഖുർആനിലെ 2 വചനങ്ങൾ ഓതി കൊടുക്കുന്നു. നമ്മളാണ് അത് കേൾക്കുന്നതെന്ന് വിചാരിക്കുക. സ്വഹാബിക്ക് പകരം നമ്മളിൽ ഒരാളാണ് ഈ ചോദ്യം റസൂലുള്ളാഹിനോട് ചോദിച്ചത് വിചാരിക്കുക. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അണുമണി തൂക്കം. അണുവിനെ കാണാൻ പറ്റില്ല. അണു എന്ന് പറഞ്ഞാൽ തന്നെ കാണാൻ പറ്റാത്തതാണ്. അങ്ങേയറ്റത്തെ മൈക്രോസ്കോപ്പിലൂടെ അല്ലെങ്കിൽ നിരീക്ഷണ യന്ത്രത്തിലൂടെ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അണുതൂക്കം എന്ന് പറഞ്ഞാൽ അത്രയും നിസാരമായ, അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുകയാണ്. ആരെങ്കിലും അണുമണിത്തൂക്കം നന്മ ചെയ്താൽ, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ, രണ്ടും അല്ലാഹു കണ്ടറിയും. തിന്മയെയും കണ്ടറിയും, നന്മയെയും കണ്ടറിയും. അദ്ദേഹം ചോദിച്ചു, അണുമണി തൂക്കമോ നബിയെ? നഅം. അതെ. വീണ്ടും അയാൾ ചോദിച്ചു, മിസ്കാല ദർറ യാ റസൂലല്ലാഹ്? അതെ. ആവർത്തിച്ചു ചോദിച്ചു. നബി ഒരേ ഉത്തരം ആവർത്തിച്ചു പറഞ്ഞു, നഅം. അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിക്ചറും നോക്കിയേ, നബിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പൊ അയാൾ ഒരു വാചകം ഇങ്ങനെ ഉരുവിടുന്നുണ്ട്. നബി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, മിസ്കാല ദർറ, മിസ്കാല ദർറ, മിസ്കാല ദർറ. അണുമണിത്തൂക്കം, അണുമണിത്തൂക്കം. അയാളെ മനസ്സിൽ ഉറപ്പിക്കണം. നമ്മളും ഇത് ഇവിടെ കേട്ടല്ലോ. ഇപ്പൊ കേട്ട് കഴിഞ്ഞു. ജിത്തുലൊരിക്കലും കേൾക്കാതെ കേട്ടു. ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ മിസ്കാല ദർറ, മിസ്കാല ദർറ അങ്ങനെ പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ കഴിയോ? മനസ്സിലെങ്കിലും പറയാൻ കഴിയോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പല ദിക്കുകളിൽ നിന്ന് സ്വഹാബികൾ വരും. എല്ലാരും എന്റെ അടുത്തേക്ക് വരും. നോക്കൂ, ആ മനുഷ്യനെ നോക്കൂ, ആള് സ്വർഗത്തിലാണ്. എന്തോ ഒരു രസാണല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ നിന്നുകൊണ്ട് പ്രാപിച്ചിട്ടില്ലാത്ത ആ സ്വർഗത്തിന്റെ അവകാശിയാണ് ആ പോണത്. എന്തേ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞെന്തേ? എല്ലാരും ഒന്ന് ചിന്തിക്കുക. ഈ പള്ളിയിലെ ഫുട്ബോൾ കളിക്കുന്നവരെ എനിക്ക് അധികം അമലൊന്നും ചെയ്യാൻ കഴിയില്ല, എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം. അതുകൊണ്ട് സ്വർഗം നേടാൻ പോവുകയാണ്. നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് തോറ്റിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, സക്കാത്ത് നിർവഹിച്ചിട്ടുണ്ട്, ദാനധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, സമ്മേളനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, മക്കളെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, പുണ്യം എന്ന് തോന്നുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷ ഉണ്ടോ സ്വർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആളെ നോക്കിക്കോളൂ, ആള് സ്വർഗത്തിൽ. അപ്പൊ അയാളുടെ മനസ്സ് നബിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ റഹ്മാനായ റബ്ബ് ജിബ്രീലിനെ പറഞ്ഞ്, നബിയെ ആള് സ്വർഗത്തിലാണ്. എന്താ കാരണം? കാരണമുണ്ട്. അയാള് മനസ്സിലൊരു കാര്യം ഉറപ്പിച്ച് തീരുമാനിക്കണം. നമുക്കൊക്കെ പറ്റുന്നത് ആ ഉറച്ച തീരുമാനമല്ല, ഇസ്തിഖാമത്തില്ല എന്നുള്ളതാണ്. ആ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അയാള്
അതുകൊണ്ടാണ് അയാൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കും. ഒരൊറ്റ കാര്യം, അതുകൊണ്ട് സ്വർഗം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞതേ ഉള്ളൂ, അണുമണി തൂക്കം നന്മ. അത് അയാൾ ഇങ്ങനെ ഉറപ്പിക്കണം, അണുമണി തൂക്കം നന്മ എന്ന് തോന്നുന്ന ഒരു നന്മയും ഞാൻ ഉപേക്ഷിക്കില്ല. ചെറിയൊരു കാര്യം, ഒരു തെങ്ങോല വഴിയിൽ വീണ് കിടക്കും, നമ്മളൊക്കെ ആ തെങ്ങോല അങ്ങനെ തന്നെ നിന്നു, അതിന്റെ മേലെ കൂടെ വണ്ടി ഓടിച്ചു. അവിടെയാണ് ഒരു മുഅ്മിൻ, ഒരു തെങ്ങോലയാണ്, വെറുതെ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കാവുന്ന ഒരു തെങ്ങോല. അല്ലെങ്കിൽ ഒരു കല്ല് റോഡില് അപകടം ഉണ്ടാവാം, ടൂ വീലർ കയറിയ വണ്ടി മറിഞ്ഞു പോകും. നമുക്കറിയാം, ടൂ വീലറിൽ ചെറിയൊരു കല്ല് കുടുങ്ങിയാൽ വരെ ചിലപ്പോൾ അത് മറിഞ്ഞു. ഒരു മുഅ്മിൻ അപ്പം ചിന്തിക്കുന്നത് എന്താണ്? ഇമാത്തത്തുൽ അദാനി തുരീഖി സദഖ. ഈ വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കൽ ഒരു സദഖയാണ്. വണ്ടി അവിടെ നിർത്തും. ഒരു സൈഡ് സ്റ്റാൻഡ് കെട്ടാതെ പോകുമ്പോ സൈഡ് സ്റ്റാൻഡ് അവരാണ് കൂടിയുള്ള കാര്യമാണ്, ഒരു മഹാനന്മയാണ്, ഒരാളുടെ ജീവൻ രക്ഷിക്കലാണ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷിക്കുന്ന പോലെയുള്ള ഒരു പ്രവൃത്തിയാണ്. ഒരു സൈഡ് സ്റ്റാൻഡ് കെട്ടാൻ പറഞ്ഞാൽ ഒരാളുടെ ജീവനായിരിക്കും ചിലപ്പോൾ അപകടത്തിൽ പോവുക. ആ ജീവൻ രക്ഷിച്ചാൽ ലോകത്തുള്ള ചെറിയൊരു കാര്യമുള്ളൂ. സൈഡ് സ്റ്റാൻഡ് കെട്ടിയിട്ടില്ല കേട്ടോ, വളരെ ചുരുങ്ങിയ സെക്കൻഡ് കൊണ്ട് കൂലി നേടാൻ. ഈ മനുഷ്യന്റെ തീരുമാനത്രേ ഉള്ളൂ, അണുമണി തൂക്കം തിന്മ ഞാൻ ചെയ്യൂല. ചെറിയ കാര്യമാണ്, അതൊക്കെ ചെയ്താൽ എന്താ, അങ്ങനെ ചെയ്യില്ല. പിന്നെ സ്വർഗത്ത് കൊണ്ടുപോ. ഒരാള് ജീവിതത്തിൽ ചെറിയ കാര്യമാണ്, അത് നന്മയാണെങ്കിൽ ഒഴിവാക്കൂല. ഒരാളെ കാണുമ്പോ പുഞ്ചിരിക്കുക, ഹസ്തദാനം ചെയ്യുക. ചെറിയ ഹസ്തദാനം ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താ? ചില ആളുകൾ ഷോക്ക് അടിച്ചമാരെ ഹസ്തദാനം ചെയ്യും, കൈവലിക്കും. നബി ഒരിക്കലും ഹസ്തദാനം ചെയ്ത നബിയായിട്ട് കൈവലിക്കില്ല. നബിയുടെ സുന്നത്ത് അതായിരുന്നു. നബി ഇങ്ങനെ പിടിച്ചു നോക്കും. അവരാഗ്രഹിച്ചാൽ നബി അവരെ കൈ വിട്ടുകൊടുക്കും. എന്താ കാരണം? ആ കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന അത്രയും സമയം ഒരു സംഭവം നടക്കുന്നുണ്ട് ലോകത്ത്. അതെന്താ? ഇവന്റെ പാപം പൊറുക്കപ്പെടുന്നുണ്ട്, ഇവന്റെ പദവികൾ ഉയർത്തപ്പെടുന്നുണ്ട്. അതറിയാവുന്ന റസൂൽ ആ കൈ പിടിച്ചു നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ അങ്ങാടിയിൽ വന്ന ഒരാളെ അസ്സലാമു അലൈക്കും, ആ കൈ പിടിച്ചിങ്ങനെ നിൽക്കും. അയാൾ ആവശ്യപ്പെടുമ്പോൾ വിട്ടുകൊടുക്കും. അത്രയും സമയം കൂലി. നമ്മൾ ചിന്തിച്ച് ഒരു ഹസ്തദാനം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അയാളെ മുഖത്ത് നോക്കി സംസാരിക്കുക, ചിരിക്കുക, അയാളുടെ ഷോൾഡർ ഇങ്ങനെ തട്ടി ഒരു ആശ്വാസത്തിന്റെ വാക്ക് പറയാ, വമ്പിച്ച പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു കാര്യം പറയുന്നുണ്ട്, വ്യഭിചരിക്കാതിരിക്കാൻ നിങ്ങൾ നോക്കൂ, മദ്യപിക്കാതിരിക്കാൻ നിങ്ങൾ നോക്കൂ, പലിശ വാങ്ങാനും കൊടുക്കാതിരിക്കാനും നിങ്ങൾ നോക്കൂ. പക്ഷെ കുഞ്ഞി തെറ്റുകൾ ഉണ്ടാവും. നുണ പറയുക, ഒരാളെ പരിഹസിക്കുക, ഒരാളെ കൊച്ചാക്കുക, വെറുതെ ദേഷ്യം പിടിക്കുക, ഇതിനെല്ലാം വരില്ലോ, നമ്മുടെ ജീവിതത്തിൽ വരും. അവിടെയൊക്കെ റസൂൽ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞി തെറ്റുകളെയാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ടത്. കാരണം ചെറിയ തെറ്റുകൾക്ക് ചിലപ്പോൾ നിങ്ങൾ പൊറുക്കേണ്ട തേടില്ല. നേരെ മറിച്ച് വ്യഭിചരിച്ചു പോയാൽ നിങ്ങൾ എന്തായാലും ഭയങ്കരമായിട്ട് നിങ്ങൾ പൊറുക്കേണ്ട തേടും, കാരണം അത് വൻപാപമാണ്. പക്ഷെ ചെറിയ പാപങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കേണ്ട തേടില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയില്ല ചെറുത് എത്ര വലുപ്പത്തിലാണ്. ഏതുപോലെ ചുള്ളിക്കമ്പുകൾ, ഒരു ചുള്ളിക്കമ്പ് അവിടെ വെച്ചു, അതത്ര ആരും ശ്രദ്ധിക്കാറില്ല. രണ്ടാമതൊരു ചുള്ളിക്കമ്പ് വെച്ചു, മൂന്നാമത് വെച്ച്, അങ്ങനെ വലിയൊരു കെട്ട് വിറകായി. അതുപോലെ നിങ്ങളുടെ പാപങ്ങൾ അങ്ങനെ തന്നെയാണ്. സത്കർമ്മങ്ങളും ചെറുതാണ്, നിങ്ങൾ അത്ര പ്രാധാന്യമൊന്നും കരുതില്ല. ഒരു പള്ളിക്ക് 1 ലക്ഷം കൊടുത്തതേ ഓർമ്മ ഉണ്ടാവും. പക്ഷെ കുഞ്ഞി നന്മകൾ നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അത് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും. കുഞ്ഞി തിന്മകൾ നിങ്ങളെ നരകത്തിലെത്തിക്കും. ഇത് മനസ്സിലായി എല്ലാവരും? ജീവിതത്തെ ഒരിക്കലും തമാശയായി കാണരുത്. ജീവിതത്തിന്റെ ഒരു സന്ദർഭങ്ങളിലും ആളുകളോട് അപമര്യാദയായി പെരുമാറരുത്. ചിരിച്ചും സന്തോഷിച്ചും പ്രശംസിച്ചും അയാളിൽ ഒരാളായും അയാളുടെ ഷോൾഡറിൽ തട്ടിയും അയാൾക്ക് ആശ്വാസം പകർന്നും അയാളുടെ ബുദ്ധിമുട്ടുകൾ അങ്ങോട്ട് തിരിച്ചറിഞ്ഞും അമലുകൾ ചെയ്യുക. ഞാൻ മടങ്ങി വരികയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. ഞാൻ ഇന്ന് ഉദ്ദേശിച്ച ഖുർആന്റെ വചനമാണ് പറയുന്നത്. സൂറത്ത് മാഇദ 5-ാം അധ്യായം 35-ാമത്തെ വചനം. ഈ വചനം ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഈ വചനം ലോകത്ത് ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന വചനങ്ങളിൽ ഒരു വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വയുള്ളവരാകണം. വബ്തഗൂ ഇലൈഹിൽ വസീല. അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീല തേടണം. അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീല തേടണം എന്ന് പറഞ്ഞാൽ അടുക്കാനുള്ള മാർഗം, പടച്ചവനിലേക്ക് അടുക്കാൻ. അല്ലാമ ഇബ്നു കസീർ
ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ഈമാനും അമലു സ്വാലിഹാത്തുമാണ്. ഈമാനും അമലു സ്വാലിഹാത്തും കൊണ്ട് റബ്ബിലേക്ക് നിങ്ങൾ അടുക്കണം. ശക്തമായ ഈമാൻ. ഉദാഹരണം, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിന്റെ മേൽ കഠിനമായ സ്നേഹം വെക്കുക. റബ്ബിനെയാണ് എനിക്കിഷ്ടം. ഏറ്റവും ഇഷ്ടം ആരോടാണ്? റബ്ബിനോടാണ്. ആ സൂറത്ത് തൗബ പറഞ്ഞു, നല്ല കൊട്ടാര സമാനമായ വീട് ഇഷ്ടമാണ് നമുക്ക്. ഏറ്റവും മുന്തിയ കാറ് ഇഷ്ടമാണ്. സൗന്ദര്യമുള്ള ഭാര്യ ഇഷ്ടമാണ്. കൺകുളിർമ നൽകുന്ന മക്കൾ ഇഷ്ടമാണ്. ബാപ്പ, ഉമ്മ, എളാപ്പ, മൂത്താപ്പ, അമ്മായി ഇഷ്ടമാണ്. വലിയ ഷോപ്പിംഗ് മാൾ നമ്മുടേതാണ്, ഇഷ്ടമാണ്. പക്ഷേ അല്ലായിരിക്കണം അതിനേക്കാളൊക്കെ മേലെ. അല്ലാഹു റസൂലും ഇതൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അത് ഉപേക്ഷിച്ച് പോകേണ്ടവർ, ഹിജറ പോകേണ്ടവർ, അല്ലാഹുവിലേക്ക് ഹിജറ പോകേണ്ടവർ. മക്കത്ത് നിന്ന് അങ്ങനെയായിരുന്നു. വലിയ സമ്പാദ്യം മരുഭൂമിയിൽ കുഴിച്ചിട്ടു, എല്ലാം ഉപേക്ഷിച്ചു, വീടും കച്ചവടവും ഉപേക്ഷിച്ച ഒരാൾ പോവുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ തടുത്തു വെച്ചു. അങ്ങോട്ടാണ് മദീനയിലേക്കാണ്. നിന്റെ സമ്പാദ്യമാണോ വലുത്, റസൂലിന്റെ സാമീപ്യമാണോ വലുത്? ഈ മനുഷ്യനോട് ചോദിക്കണം. കാരണം അത്രയും സ്വത്തുണ്ടായിരുന്നേ. മരുഭൂമിയിൽ വലിയ കുഴി ഉണ്ടാക്കി സമ്പാദ്യം മുഴുവൻ അതിൽ വെച്ചു. ആ ലൊക്കേഷനായ കറയാം. മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചു, നിന്റെ സമ്പാദ്യമാണോ റസൂലിന്റെ സാന്നിധ്യമാണോ സാമീപ്യമാണോ, ഏതാ വലുത്? സ്വത്ത് എനിക്കില്ല, അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലുതല്ലെങ്കിൽ ഈ സ്വത്ത്. അപ്പൊ അവരൊന്നും അങ്ങനെയാണെങ്കിൽ ആ സ്വത്ത് കാണിച്ചു തരണം. വിനയങ്ങൾ വിടാം, സ്വത്ത് കാണിച്ചു സ്ഥലത്താണ് കംപ്ലീറ്റ് മക്ക ആവശ്യമില്ല. പക്ഷേ റസൂലിന്റെ സന്നിധാനത്തുള്ള ജീവിതം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് സ്വീകരിക്കേണ്ടത് എന്താണ്? നബിയുടെ സുന്നത്താണോ അല്ല ഉസ്താദുമാരുണ്ടാക്കുന്ന ബിദ്അത്താണോ? നിനക്ക് ഏതാ വലുത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ എപ്പോഴും പറയും ഉസ്താദ് ഉണ്ടാക്കിയ ബിദ്അത്തായിരിക്കും വലുത്, സുന്നത്തോടെ കട്ടെ. അന്ന് റസൂല് ജീവിച്ചിരിക്കുമെന്ന് ചോദിക്കാണ്, റസൂലിന്റെ കൂടെയുള്ള ജീവിതമാണോ? ഇന്ന് റസൂൽ ഇല്ലാത്തതുകൊണ്ട് റസൂലിന്റെ സുന്നത്താണോ? റസൂല് പഠിപ്പിക്കാത്ത ഉസ്താദ് പഠിപ്പിച്ച ബിദ്അത്താണോ എന്ന് ചോദിച്ചാൽ നാം എന്ത് പറയും? ഒരു പരീക്ഷണമാണ്. ദർഗയിലെ ഉറൂസാണോ വലുത്, പള്ളിയിലെ ഇബാദത്താണോ വലുത്, ഇഅ്തികാഫ് പള്ളിയിൽ ഇരിക്കലാണോ വലുത്, മലപ്പുറത്തെ മുട്ടിപ്പടി സലാത്താണോ വലുത് എന്ന് വെച്ച ഉസ്താദ്മാർ എന്താ പറയാ? ഇതാണ് വിഷയം. ഇത് വിഷയമാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിഷയമാണ്. അതുപോലെ തന്നെ അല്ല പറയണ്ടേ, നിങ്ങൾ എന്നെ ധാരാളമായി ഓർക്കുക. ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴൊക്കെ എന്താണ്? നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നതിനേക്കാളും നിങ്ങൾ അള്ളാനെ ഓർക്കുക. ഒരു അടിമയെ കുറിച്ച് ഓർക്കുകയല്ല. ഞാൻ വളരെ ലളിതമായി പറയാം. ചില പണ്ഡിതന്മാർ ഒരു വീട്ടിൽ നിന്ന് കുളിച്ചു, സുഗന്ധം പൂശി, വെള്ള ഡ്രസ് ധരിച്ചു, വെള്ള ജുബ്ബ ധരിച്ചു, തലപ്പാവ് ധരിച്ചു, വെള്ള കർച്ചിഫ് കയ്യിൽ വെച്ചു. എന്നിട്ട് എന്താ അയാളെ മനസ്സ് മുഴുവനും വീടുന്ന അയാൾ 2-3 ദിവസമായി പ്രിപ്പയർഡ് ആകുന്നു. എന്തിന്? CM മണപൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ള വിഷയം ലോകത്തോട് പറയാൻ. അപ്പൊ അയാൾ ആ 3 ദിവസം അള്ളാഹിനെ കുറിച്ചാണോ കൂടുതൽ ഓർത്തത്, CM കുറിച്ചാണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഉത്തരം പറ. മനസ്സുണ്ട്. അയാളെ ഏറ്റവും ഒരു രാജ്യത്തെ കുറിച്ച് ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ പറഞ്ഞു. ആ രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. എങ്കിൽ ആ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് മുമ്പ് അയാൾ അമേരിക്കയെ കുറിച്ചല്ല പഠിക്കുക, അയാൾക്ക് കൊടുത്ത രാജ്യത്തെ കുറിച്ചാണ്. സത്യമോ? ആണ്. ഒരാള് വൈദീശനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് അള്ളാഹിനെയാണോ കൂടുതൽ ഓർമ്മ ഉണ്ടാവുക, വൈദീശനെയാണോ? ഇത് വിഷയമാണ്. ഇത് മനസ്സിലാക്കാത്തതാണ് നമ്മുടെ കുഴപ്പം. ആരെ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, അള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ സമയമില്ല, അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സമയമില്ല. ഏതെങ്കിലും ഒരു ദർഗയിൽ ഒരാള് അന്ധന് കാഴ്ച തിരിച്ചു കൊടുത്താൽ എല്ലാരും എന്താ പറയാ? ഷെയ്ഖിന്റെ കറാമത്ത്. 800 കോടി മനുഷ്യർക്ക് കാഴ്ച കൊടുത്ത റബ്ബിനോ ഒരാൾക്ക് കാഴ്ച കൊടുത്തു എന്നാണ് ഷെയ്ഖിന്റെ മേന്മ പറയുന്നത്. അപ്പൊ ലോകത്ത് ആദം നബി മുതൽ ഇന്നോളം ആൾക്ക് കണ്ണും കാതും കൽബും കൊടുത്ത റബ്ബോ? ചിന്തിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കൽബിൽ ഒരു സ്പാർക്കിംഗ് ചിന്തിക്കൂല. ഒരു 5000 ആൾക്ക് ഭക്ഷണം കൊടുത്ത് ഷെയ്ഖ്
ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു, 5000 ചപ്പാത്തി കൊടുത്ത് CM. ശരി, ആദം നബി മുതൽ ഇന്നേ വരെയുള്ള ആളുകൾക്ക് റിസ്ക് കൊടുത്ത റബ്ബിനോ പുല്ല് വില. ഇതാണ് കോപം. ഇവിടെയാണ് ഈ വലയാലിന് അശ്ർ, ഈ 10 ദിവസം അതിലേറ്റവും വലിയ ഇബാദത്ത് സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ, ദാനധർമ്മം നിർവഹിക്കുന്നതിനേക്കാൾ തക്ബീറും തഹ്ലീലും തഹ്മീദും പറയുന്നിടത്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹുവിനെ വാഴ്ത്തുക, അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള അല്ലാഹുവിനെ വാഴ്ത്താൻ വേണ്ടി മാത്രം മലക്കുകൾ സെപ്പറേറ്റ് ആ പണി മാത്രം ചെയ്തുകൊണ്ടേയിരിക്കും. ലോകമുണ്ടായത് മുതൽ, മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഇന്ന് വരെ അല്ലാഹുവിനെ വാഴ്ത്താൻ അവരാരും ഒരു നബിയെ വാഴ്ത്തുന്നില്ല, അവരാരും ഒരു ശൈഖിന്റെ കറാമത്ത് വിരിക്കുന്നില്ല. അല്ലാഹുവിനെ പറ്റി മാത്രം. ഈ പോയിന്റിൽ നമ്മൾ നിൽക്കണം. ഇവിടെ വസീല എന്ന് പറയുന്ന സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഗുഹാവാസികൾ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിലേക്ക് വസീലയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന കച്ചവടം. കച്ചവടത്തിൽ മൂലധനം ഉണ്ടാവും, മുതൽ മുടക്കണം. അത് വിശ്വാസമാണ്, റസൂലിലുള്ള വിശ്വാസമാണ്, അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്, നഫ്സ് കൊണ്ടും സമ്പത്ത് കൊണ്ടുമുള്ള പോരാട്ടമാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്. നമ്മൾ ചെയ്യേണ്ടത് ഈ ദുൽഹജ്ജ് 9 നോമ്പ് നോൽക്കണം. 10 ദിവസം നോമ്പ് നോൽക്കാം. 9 ദിവസം നമ്മൾ നോമ്പ് നോൽക്കും. 10ാം നാൾ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കും. ഹാജിമാരുടെ ഹറമിലെ ഇബാദത്തുകളിൽ ചെറിയ വ്യത്യാസത്തോടെ ബലിയർക്കും. സൂറത്ത് ഹജ്ജിൽ തന്നെ പറയുന്നത് ലൻ യനാലല്ലാഹ്, അല്ലാഹു പറയാണ്, വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ അറുക്കുന്ന ഉരുവിന്റെ മാംസം, നിങ്ങൾ അറുക്കുന്ന ഉരുവിന്റെ രക്തം, അതൊന്നും അല്ലാഹു പരിഗണിക്കില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ ഹൃദയത്തിലെ, സൂറത്ത് ഹജ്ജിലെ 37ാമത്തെ വചനമാണ്, നിങ്ങളുടെ ഹൃദയത്തിലെ തഖ്വ, അതാണ് അല്ലാഹു പരിഗണിക്കുക. തഖ്വയാണ് മാനദണ്ഡം. ഞാൻ ഒന്നുകൂടി പറയും, ഈ 10 ദിവസം നിസ്കാരം നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്, സുന്നത്ത് നമ്മൾ ചെയ്യുന്നതാണ്, റമദാനിൽ നമ്മൾ സദക്ക സക്കാത്ത് കൊടുക്കണം. നരകത്തിലെത്താൻ കാരണമായി ഖുർആൻ നിരന്തരം വിവരിക്കുന്ന ഒരു കാര്യമാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തില്ല. പാവപ്പെട്ടവരെ തിരഞ്ഞ് ഭക്ഷണം കൊടുക്കുക എന്നുള്ള അമല് ഈ ദുൽഹജ്ജ് 10 ദിവസം കർമാക്കി മാറ്റി നോക്കി. വ്യക്തി ജീവിതത്തിൽ ആരും അറിയാതെ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പോലെ പാവപ്പെട്ടവരുടെ വീട് തേടി അവർക്ക് ഭക്ഷണം, അവർ ഉറങ്ങുമ്പോ അവരുടെ വീടിന്റെ കൊലായില കൊണ്ടുപോയി വെച്ചു കൊടുക്കുക, അവരുടെ സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുക. വാതിൽ തുറക്കുമ്പോ അവർ കാണുന്നത് ഭക്ഷണത്തിന്റെ കിറ്റാവണം. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. ഷോൾഡറിൽ തയമ്പുണ്ടായിരുന്നു. പാവപ്പെട്ടവർക്ക് ഷോൾഡറിൽ ചുമന്നുകൊണ്ടേ കൊടുത്തിട്ട് മരിക്കുമ്പോ വലിയ തയമ്പ്, അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരുന്നു മയ്യത്ത് കുളിപ്പിക്കുന്നവർ. ശരിക്കും ഈ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഖുർആൻ പറയുന്നത് എന്താ നരകത്ത് പോയത്? പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നാ രണ്ടാമതായി പറയുന്നത്. നിസ്കാരം ഉണ്ടായിരുന്നില്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. റബ്ബിൽ വിശ്വസിച്ചിരുന്നില്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. ഇതാണ് 69ാം അധ്യായത്തിലും 74ാമത്തെ അധ്യായത്തിലും ഈ വിഷയകമായി 39 മുതൽ 44 വരെയുള്ള വചനം ഇതിൽ അല്ലാഹു പറയുന്നത്. അതുപോലെ തന്നെ 30 മുതൽ 32 വരെയുള്ള വചനം. ഈ ദിവസങ്ങൾ നോക്കിയിട്ട് ദുൽഹിജ്ജ പറഞ്ഞാൽ 1 മുതൽ നോമ്പ് നോൽക്കാം, ദാനധർമ്മങ്ങൾ. അത് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവന്റെ കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതാണ്. പരലോകത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം, എനിക്ക് വിശന്നു. നോക്കൂ, എനിക്ക് വിശന്നു. ലോകത്ത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് വിശപ്പാണ്, പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഭക്ഷണം ദൂർത്ത് ആക്കുന്ന ആളുകൾ ശരിയല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ പാവപ്പെട്ടവരുടെ കാര്യം ഇവിടെ ഖുർആൻ പറയുന്നത്, മാ സലക്കക്കും ഫീ സഖർ ഖാലു ലൻ നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, അത് വളരെ ഗൗരവമായി നമ്മൾ കാണുകയും നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരികയും. നമ്മൾ എങ്ങനെ ചിന്തിക്കേണ്ട അറിയോ? ഇന്ന് പ്ലാൻ ചെയ്യാം, ഈ ദുൽഹിജ്ജ 10 ദിവസം ഞാൻ എന്തൊക്കെ അമൽ ചെയ്യും, എന്തൊക്കെ പുതിയ കാര്യം ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, എന്റെ വീട് ഓടിട്ട വീടാണ്, ഓടൊക്കെ ഇങ്ങനെ തൊഴിഞ്ഞു വീഴുന്നു. എന്താ കാരണം? ചെറിയ മരത്തിന്റെ പട്ടികളായിരുന്നു, വർഷങ്ങളായി ചതില് പിടിച്ച് കംപ്ലീറ്റ് വീണുപോയി. ഒരു 1.25 ലക്ഷം രൂപയുണ്ടെങ്കിൽ എന്റെ വീട്
എന്താക്കാം? കമ്പി ഉപയോഗിച്ച് പട്ടികയും ചാനലും അടിച്ചിട്ട് എനിക്ക് ആ വീട് മേഞ്ഞാൽ സുരക്ഷിതമായി. അതിന് 1.25 ലക്ഷം രൂപ വരെ 1.25 കോടിയുടെ വീടുണ്ടാക്കിയവർ ഈ സദസ്സിലുണ്ടാവും. ഒരാൾ മനസ്സ് വെക്കുക, അത് ഞങ്ങളത് കൊടുക്കും, അയാൾ രക്ഷപ്പെടും. അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഒരാൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ അടുത്തേക്ക് നബി ഒരാളെ പറഞ്ഞയച്ചു. ഞാൻ പറഞ്ഞയച്ചെന്ന് പറഞ്ഞാൽ നിനക്കൊരു വീടുണ്ടാക്കി തരാൻ പറ. എന്താ അങ്ങനെ പറയാൻ? ധനാഢ്യനായിരുന്നു, 1000 വീടുണ്ടാക്കി കൊടുക്കാനുള്ള ആളായിരുന്നു. ഈ സമൂഹത്തിൽ അത് അവര് പറയാതെ അറിയണം. നമ്മുടെ ഇടക്കിടക്ക് ഈ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ട്. പള്ളിയിലെ അച്ഛന്മാർക്ക് ഒരു രാവിലെ ഇറങ്ങി ഇടവകയിലൂടെ നടക്കും. ഓരോ വീട്ടിലും കയറി ഇറങ്ങവര് അവരുടെ സ്ഥിതിവിശേഷങ്ങളൊക്കെ അവരറിയും. നമ്മുടെ ആളുകൾ അങ്ങനെയല്ല, നമ്മുടെ ഉസ്താദുമാരൊന്നും അങ്ങനെയല്ല. അങ്ങനെ ആവണം വിശ്വാസി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു രാത്രി പോവുകയാണ്. എന്റെ ഭരണകൂടത്തിന് കീഴിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടോ? അങ്ങനെയാണല്ലോ ഒരു വീട്ടിലെത്തിയത്. കുട്ടികളൊക്കെ പട്ടിണി കിടന്ന് ഉറങ്ങിപ്പോയി. ഉമ്മ പാത്രത്തിൽ കൈയിട്ട് വെറുതെ ഇറക്കുക. അവിടെയാ ചാക്ക് ചുമന്ന് കൊണ്ടുപോയി കൊടുത്തത്. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി. അയാളെന്താ ചെയ്യല്? പാവപ്പെട്ടവന്റെ വീട് പകല് പോയി മാർപ്പെടും, ആരും കാണാതെ. എന്നിട്ട് ആ വീട്ടിലൊക്കെ രാത്രി ലോകം ഉറങ്ങുമ്പോൾ കൊണ്ടുപോയി കൊടുക്കും. നമ്മളോ 10 കരി കൊടുത്താൽ 10,000ന്റെ പരസ്യ പോകുന്നത്. ചിന്തിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ ദുനിയാവിൽ, പിന്നെ റിസൾട്ടാണ് ആഖിറത്ത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സഅലീം ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിയ ഭവനം ബൈത്തുൽ അത്തീഖ്. ബൈത്തുൽ അത്തീഖ് പുരാതനമായ, വന്ധ്യപുരാതനമായ ഭവനം. കഅബ ഇന്ന അവ്വല ബൈത്തിൻ ഉലിയ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക. പരിപാവനത്വം തുളുമ്പി നിൽക്കുന്ന കഅബയെ റബ്ബിനെ മാത്രം ആരാധിക്കുക സൃഷ്ടിപൂജക്കപ്പുറത്തുള്ള വലിയ കാര്യം. സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കേണ്ടവരാണ്. ഇസ്ലാമിനെതിരെ വരുന്ന എല്ലാ വിമർശനങ്ങളെയും നല്ല നിലയിൽ ശ്രദ്ധിക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യേണ്ടവരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഡയലോഗ് എന്ന വലിയൊരു പ്രോഗ്രാം, യുക്തിയുടെ മതം എന്ന പേരിലാണ് ഇപ്പോൾ നമ്മുടെ ഡയലോഗ് നാദാപുരം, കോഴിക്കോട് നോർത്ത് ജില്ലയാണ് ആ പ്രോഗ്രാമിനെ കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് കമ്മിറ്റി മൊത്തത്തിൽ പരമാവധി ആളുകൾ വിശാലമായ പന്തലൊക്കെ ഒരുക്കിയിട്ടുള്ള, മഴയുള്ളത് കൊണ്ട് തന്നെ വലിയ സൗകര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പബ്ലിക്കാണ്, ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നല്ലൊരു പ്രോഗ്രാം. അപ്പൊ അതിന്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യണം എല്ലാവരും. എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യാൻ പറ്റുക? സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ അതിനെ സഹായിക്കും. വലിയ മാറ്റങ്ങളാണ് നമ്മുടെ സമ്മേളനം, വിദ്യാർത്ഥികളുടെ സമ്മേളനം ചരിത്രത്തിന്റെ ഭാഗത്ത്. പ്രത്യക്ഷ ഷെർ എന്ന് തോന്നുന്ന ഒരു കാര്യം ഉണ്ടായപ്പോൾ അത് മഹാഖൈറായി പരിണമിച്ചു. അതിനെ മുതലെടുത്തവരുണ്ട്, ഏതിനെയും മുതലെടുക്കുന്നവരുണ്ട്. ആ മുതലെടുപ്പ് അവരെ മാത്രം ബാധിക്കുന്ന വിഷയം. അതിലൊന്നും നമുക്കാർക്കും ഒരു പങ്കുമില്ല. നമ്മൾ നമ്മുടെ ദീന് പഠിപ്പിച്ച മര്യാദയിൽ മാത്രം നിന്നു. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കുറ്റം അവരുടെ. ഏതായാലും ലോകത്തെ എല്ലാ മലയാളികളും ഇസ്ലാമിന്റെ സ്റ്റുഡൻസിന്റെ സമ്മേളനമാണ് നമ്മുടെ ഡയലോഗ്. 25-ാം തീയതി വൈകുന്നേരം 4 മണിക്ക്, അതായത് ഈ ഞായറാഴ്ച, മറ്റന്നാൾ നാദാപുരത്ത് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഞാൻ. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയുടെ ജില്ലയിലാണ് ആ സമ്മേളനം നടക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നേരിട്ട് ക്ഷണിക്കുന്നത്. ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നത് ഉപകാരപ്പെടാതിരിക്കില്ല. പ്രത്യേകിച്ച് പുതിയ തലമുറയാണല്ലോ മതത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയില്ല നമ്മുടെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കൊന്നും തീരെ അറിയില്ല. അത് ഇന്റർവ്യൂ കുട്ടികളോട് ചോദിക്കും, മതമാണോ രാജ്യമാണോ വലുത്?
മൗലാന മുഹമ്മദ് അലി ജൗഹർ പറയുന്നുണ്ട്, അതിന്റെ ഉത്തരം പറയുന്നു, ഞാൻ ഒന്നാമതായും, ഞാൻ രണ്ടാമതായും, ഞാൻ മൂന്നാമതായും, ഞാൻ അവസാനമായും ഒരു മുസ്ലിമാണ്. എനിക്ക് ഇസ്ലാമാണ് വലുത്. അതേ ചോദ്യം മൗലാനയോട് ചോദിച്ചോ, അദ്ദേഹം പറഞ്ഞ രണ്ടാമത് അദ്ദേഹം പറയുന്നത്, ഞാൻ ഒന്നാമതായും, ഞാൻ രണ്ടാമതായും, ഞാൻ മൂന്നാമതായും, ഞാൻ അവസാനമായും ഒരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യയാണോ വലുത്? നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണോ വലുത്? ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാനൊരു മുസ്ലിമും എന്റെ മതം ഇസ്ലാമാണ്. അതോടൊപ്പം ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും എന്റെ രാജ്യം ഇന്ത്യയാണ്. ഖുർആൻ അഗാധമായി പഠിച്ച ജാമിഅ മില്ലയിലെ പ്രിൻസിപ്പളായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ. അവരുടെ മറുപടി അതാണ്, നമുക്കുള്ള മറുപടി അതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാണ്. 38ഓളം വയസ്സുള്ള നമ്മുടെ ഒരു സഹോദരൻ ക്യാൻസർ ബാധിച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആജിലായ ശിഫ നൽകി അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കും. എല്ലാവിധ തിന്മകളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാണ്. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാണ്. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാണ്. ചെറിയൊരു മഴ വരുമ്പോഴേക്കും നിർമ്മിക്കപ്പെട്ട വലിയ എക്സ്പ്രസ് ഹൈവേ പൊളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വലിയ കൂളലക്കങ്ങളാണ് ആ വിഷയത്തിൽ. അതൊരു ഖുത്ബ തന്നെ നടത്തേണ്ട വിഷയമാണ്. ആരെയും കേന്ദ്രത്തെയോ കേരളത്തെയോ ഒന്നും പഴിചാരാതെ തന്നെ നമുക്കൊക്കെ അതൊരു വലിയ പാഠമാണ്. നിങ്ങളൊക്കെ എടുക്കുന്ന ജോലികളുണ്ടാവും, പല കോൺട്രാക്റ്റുകളുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന പലരും പല നിലക്കും അതിലൊന്നും വഞ്ചന കാണിക്കാതെ അമാനത്താണ് ഉയർത്തപ്പെടുന്നത്. ആയിരങ്ങളാണ് മരിക്കുക. ചെറിയൊരു മഴ പെയ്തിട്ടേ ഉള്ളൂ. വിശാലമായി 2018 മഴയെല്ലാം പെയ്യുകയാണെങ്കിൽ ഈ എക്സ്പ്രസ് ഹൈവേ ഉണ്ടാവും. അതുകൊണ്ട് അല്ലാഹു അത്തരം അപകടത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. സർവശക്തൻ നമ്മുടെ മക്കൾക്ക് വീണ്ടും വിചാരം നൽകുമാറാകട്ടെ. എല്ലാവിധ ഭൗതിക തിന്മകളിൽ നമ്മുടെ മക്കളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ലൊരു കുടുംബ ജീവിതം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കും. പലിശയും വ്യഭിചാരവും പോലെയുള്ള ഹറാമുകളിൽ നിന്ന്, മദ്യത്തിൽ നിന്ന്, ലഹരിയിൽ നിന്ന് ഒക്കെ അല്ലാഹു നമുക്ക് മുക്തി നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.